ജൂലൈ 10th ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ടോക്കൺസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ജൂലൈ 4th ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു പുതിയൊരു ലെവൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഹാംസ്റ്റർ കോമ്പാക്റ്റ്. അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്ലി ജൂലൈ 10th എന്ന് പറയുന്നൊരു ഡേറ്റ് പലർക്കും ഇടയിൽ വരാൻ കാരണം ലാസ്റ്റ് ഡേ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ മൈനിങ് സെക്ഷനിൽ സ്പെഷ്യൽസിൽ ഒരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Web3 ദ ഗെയിമിംഗ് വേൾഡ് എന്ന് പറയുന്നൊരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ടൈമറും ഉണ്ടായിരുന്നു. ആ ഒരു ടൈം നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ഡേയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ജൂലൈ 10th അത് പോയിന്റ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്താണ് എല്ലാവരും ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് ടോക്കൺ ജൂലൈ 10th ലോഞ്ച് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇതേ സെയിം ടോക്കണിന്റെ പ്രീ മാർക്കറ്റ് സെയില് കൂക്കോയിൻ എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചിൽ ജൂലൈ 12th നടക്കാൻ പോവുകയാണ്. ടൈം മാത്രം അവർ പറഞ്ഞിട്ടില്ല, ബാക്കി എല്ലാ ഇൻഫർമേഷനും ഇട്ടിട്ടുണ്ട്. അപ്പം ടോക്കൺ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രീ മാർക്കറ്റ് സെയിൽ എങ്ങനെയാണ് ഇതിൽ നടക്കുക? ഓക്കെ, പ്രീ മാർക്കറ്റ് സെയിൽ എന്താണ് എന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കോയിൻ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ബേസ് ഒരു ആവറേജ് പ്രൈസിൽ ആ കോയിൻസ് സർട്ടൺ ആളുകൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പൊ ഞാനൊരു സെല്ലർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് എൻ്റെ കയ്യിൽ ഇത്രയും കോയിൻസ് ഉണ്ട്, അപ്പോൾ ഞാനത് വിൽക്കാൻ വില്ലിംഗ് ആണ്. ഈ ഒരു $0.001 USDT വിൽക്കാൻ വില്ലിംഗ് ആണ്. അപ്പോൾ ഒരു ബയർ പറയുകയാണ് ഞാൻ ഈ ഒരു കോയിൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ വില്ലിംഗ് ആണ്. എപ്പോ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആകുന്ന ടൈമിൽ ഒരു ടൈംസിലെ ഒരു എഗ്രിമെന്റിൽ വരികയാണ് മ്യൂച്വലി. ഇതിനാണ് പ്രീ മാർക്കറ്റ് സെയിൽ എന്ന് പറയുന്നത്. അപ്പം കൂക്കോയിനിൽ 12th ഈ ഒരു കോയിൻ എക്സ്ചേഞ്ചിൽ പ്രീ മാർക്കറ്റ് സെയിലിൽ വരുന്നുണ്ട്. സോ അപ്പോൾ 10th എങ്ങനെയാണ് ഇത് ലോഞ്ച് ആകുക? സോ ഇത് ഒരു റീസൺ. സോ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ടെലിഗ്രാമിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ അനൗൺസ്മെന്റ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. ഈ ഒരു പേജിൽ ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കുന്ന ടൈമിൽ ഈ ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു ലെവല് വരുന്നതിന് മുമ്പായിട്ട് അവർ അനൗൺസ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിങ്ങനെയാണ്, കണ്ടീഷൻ 18 ബില്യൺ ആയിരുന്നത്. ഫോളോ ദ ലീഡർ ബോർഡ് ക്ലോസ്ലി, ദെൻ ലുക്ക് ക്ലോസ്ലി, ഹാവ് യു സീൻ ദിസ് നമ്പർ ബിഫോർ. 4 പേര് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. 1 2 3 4. ഒന്ന് 4+3+2+1 എന്ന് കൂട്ടുമ്പോൾ 10 വരുന്നു. ചിലർ പറയുന്നു അത് കൂട്ടുമ്പോഴത്തേനും ജൂലൈ 10th ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ഒരു കാര്യം ഇതിൽ ഞാൻ കൺക്ലൂഡ്, ഈ ഡേറ്റിന്റെ കാര്യത്തിൽ ഞാൻ ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഇനി ജൂലൈ 10th വരുമോ എന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. ബട്ട് ഇൻ ദിസ് മന്ത് ജൂലൈ എന്ന് പറയുന്ന മാസം ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ്സ് ഫോർ ഷുവർ. ബട്ട് എനിക്ക് കൺഫ്യൂസിങ് ആക്കിയ കാര്യം, പക്ഷെ ഞാൻ ക്രിയേറ്റർ എന്ന് പറയുന്ന ലെവൽ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അതിൽ 4 പേര് മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് 4th നിൽക്കുന്ന ആൾക്ക് പ്രോഫിറ്റ് പെർ അവർ എന്ന് പറയുന്നത് ജസ്റ്റ് വെറും 0.4 മില്യൺ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് 0.4. ഗൈസ്, അപ്പം എൻ്റെ ഒരു സജഷൻ വെച്ച് നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് പെർ അവറിലേക്കാണ്. കാരണം നിങ്ങൾ ഈ ഒരു ക്രിയേറ്റർ ലെവലിലേക്ക് ഡീപ്പായിട്ട് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഫസ്റ്റ് നിൽക്കുന്ന ആളുടെ പ്രോഫിറ്റ് പെർ അവർ എന്ന് പറയുന്നത് 4.2 മില്യൺ ആണ്. സെക്കൻഡ് നിൽക്കുന്ന ആൾക്ക് നേരെ പകുതിയായിട്ട് 2.3 മില്യണിലേക്ക് വന്നു. 4th നിൽക്കുന്ന ആൾക്ക് വെറും 0.4 മില്യൺ മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും കോയിൻ കളക്ട് ചെയ്ത് വെച്ച ആൾ മൈൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് 0.4 നിൽക്കുന്നു. ഇതിനി നമുക്കൊരു ക്ലൂ ആണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു ക്ലൂ തന്നെയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ മാക്സിമം പ്രോഫിറ്റ് പെർ അവറിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ ഗൈസ്, അപ്പം ഡേറ്റിന്റെ കാര്യത്തിൽ ജൂലൈ 10th ആവാൻ ഒരു പോസിബിലിറ്റി ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ജൂലൈ 12th ഓൾറെഡി കൂക്കോയിൻ എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലൊക്കെ ഇതിന്റെ പ്രീ മാർക്കറ്റ് സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു 3 days ബാക്ക് ആയിട്ടായാലും അവർ ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്യും. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതുവരെ അതിന്റെ വൈറ്റ് പേപ്പർ അവർ റിലീസ് ചെയ്തിട്ടില്ല. സോ എന്താണേലും ജൂലൈയിൽ ഈ ഒരു മാസം എന്താണെങ്കിലും ടോക്കണിന്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് ജൂലൈ 10th ആവാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. സോ ഗൈസ്, അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്.